AP കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദു ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വയനാട് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിലാണ് പരോൾ ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, വിവരങ്ങൾ. അരുൺ പൂപ്പറമ്പ. റീജിത്ത്, ജൂലൈ 21-നാണ് TP കേസ് പ്രതിയായിട്ടുള്ള കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോള് അനുവദിച്ചത്. അത് വീട്ടിലുണ്ടായിരുന്ന അമ്മക്ക് അസുഖം ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരോൾ അനുവദിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരോൾ അനുവദിക്കുന്ന ഘട്ടത്തിൽ പരോൾ എടുത്ത് എവിടെയാണ് പോവുക, എവിടെയാണ് ഉണ്ടാവുക, ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉണ്ടാവുക എന്ന് അവിടെ അറിയിക്കണം, ജയിലിൽ അറിയിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊടിസുനി അറിയിച്ചത് വയനാട് മീനങ്ങാടിയിലാണ് ഉണ്ടാവുക എന്നതാണ് കൊടിസുനി അറിയിച്ചത്. അതിനുശേഷമാണ് പരോൾ ലഭിച്ചു പോവുകയും ചെയ്തത്. പക്ഷെ എന്നാൽ ഇയാൾ മീനങ്ങാടിയിൽ ഉണ്ടായില്ല, കൊടിസുനി മീനങ്ങാടിയിൽ ഉണ്ടായില്ല എന്നതാണ് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിസുനിയുടെ പരോൾ റദ്ദു ചെയ്തിപ്പോൾ തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്നലെ പുറത്തു വന്ന വിവരം, കൊടിസുനിക്ക് തലശ്ശേരി കോടതിയിൽ ഈ മദ്യപിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ അവസരമൊരുക്കി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തി 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കണ്ണൂർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ 3 സിവിൽ പോലീസ് ഓഫീസേഴ്സിനെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത്. ഇത് നേരത്തെ തന്നെ ഈ വിവരം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഈ പരോൾ റദ്ദ് ചെയ്തത് എന്നതിനും സാധ്യതയുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടിയന്തര പരോൾ അനുവദിച്ച് പോയ കൊടിസുനിയെ നിലവിൽ തിരിച്ചു വിളിച്ചിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ജയിൽ അധികൃതർ ഉൾപ്പെടെ പറയുന്നത് ഈ പരോൾ ലഭിച്ചു പോകുന്ന ഘട്ടത്തിൽ ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉണ്ടാവുക എന്ന് രേഖാമൂലം അറിയിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചത് മീനങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ, അവിടെയാണ് ഈ 15 ദിവസവും ഉണ്ടാവുക എന്നതാണ്. നേരത്തെ തന്നെ കൊടിസുനിക്ക് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. അത് ഈ മാഹി ഇരട്ടക്കൊലപാതക കേസിൽ. ഒരു കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ മദ്യം കൈമാറി, മദ്യം എത്തിച്ചു നൽകി എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നത്. അത് എപ്പോൾ സംഭവിച്ച കാര്യമാണ്? അപ്പോൾ ഇന്നിപ്പോൾ ഈ വാർത്ത വരുമ്പോൾ ഇതിന് മറ്റൊരു കാരണം പറയുന്നു. മീനങ്ങാടിയിൽ ഉണ്ടാകുമെന്ന ജാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ പരോൾ വ്യവസ്ഥ, ജാമ്യ വ്യവസ്ഥയല്ല പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഇത് രണ്ടും നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ എപ്പോഴാണ് ഈ മദ്യം എത്തിച്ചു നൽകി എന്ന സംഭവം ഉണ്ടായത്? അതിനൊരു നടപടിയും ഉണ്ടായിട്ടുണ്ടല്ലോ. കൊടിസുനിക്ക് നേരത്തെ തന്നെ ഈ കണ്ണൂർ, കോഴിക്കോട്, അതായത് പരോൾ ലഭിച്ചാൽ പോലും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. മാഹി ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ 2 മാസമായി ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടന്നു വരികയാണ്. ആ വിചാരണയ്ക്ക് എത്തുന്നതിന് മാത്രമാണ് ഒരു ഇളവ് കൊടിസുനിക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 17-നാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ കൊടിസുനി എത്തിച്ച ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇയാൾ മദ്യപിച്ചു, അവിടെ കോടതിക്ക് സമീപമുള്ള ഒരു ഹോട്ടലിൽ കയറി മദ്യപിച്ചു എന്ന വിവരം ലഭിച്ചത്. അതിന് ചില പരാതികളും കമ്മീഷണർക്ക് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ വകുപ്പ് തല അന്വേഷണം നടത്തിയത്. അതിൽ കൃത്യമായി തന്നെ ഇയാൾ മദ്യപിക്കുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. ഇപ്പോൾ പരോൾ കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു. 21-നാണ് പരോൾ അനുവദിച്ചത്. 15 ദിവസത്തെ അടിയന്തര പരോളാണ്. ആ പരോൾ റദ്ദ് ചെയ്തു. ഇത് സംബന്ധിച്ച് അധികൃതർ പറയുന്നു. നേരത്തെ തന്നെ ഈ പോലീസിന്റെ റിപ്പോർട്ട് നേരത്തെ തന്നെയുണ്ട്. ഇന്നലെയാണ് അതിന് വിവരം പുറത്തു വന്നത്. ഈ മദ്യപിച്ചതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്, അത് പിന്നീട് നടപടി എന്ന നിലയിലേക്ക് വന്നത്. അപ്പോൾ പോലീസിന്റെ ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആവാം ഈ പരോൾ റദ്ദു ചെയ്തത്. പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഈ പരോൾ റദ്ദു ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ചയാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരിക്കാം പരോൾ റദ്ദു ചെയ്ത്
കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം ഇതിൽ പരോൾ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട്. ഏത് സ്റ്റേഷൻ പരിധി നേരത്തെ അറിയിച്ച സ്റ്റേഷൻ പരിധിയിൽ കൊടിസുനി ഉണ്ടായിട്ടില്ല. കൊടിസുനി അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഈ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. ഈ ശാരീരിക അവശതയുള്ള ആളുകളുടെ ഒക്കെ അപേക്ഷകളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും അതിനോട് മുഖം തിരിക്കുമ്പോഴും ഒക്കെ TP കേസിലെ പ്രതികൾക്ക് തുടർച്ചയായി പരോൾ അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം. മറ്റൊന്ന് അവരുടെ ജയിലിലെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അത് ഈ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ കൊടിസുനിക്കെതിരെ തന്നെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, അതുപോലെ ജയിലിനകത്ത് കിടന്നുകൊണ്ട് പുറത്തുള്ള പല കേസുകളിലും കൊടിസുനി അടക്കം പങ്കാളിയാകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ, ഇതിനൊക്കെ ഇടയിലാണല്ലോ ഇങ്ങനെ ഗുരുതര സ്വഭാവത്തിലുള്ള മറ്റൊരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായി കൂടി കൊടിസുനി മാറുന്നത്. ഈ 7-ാം തീയതിയാണ് ആ പരോൾ അവസാനിക്കുന്നത്, സാധാരണ നിലയിലാണെങ്കിൽ എന്നാണ് മനസ്സിലാക്കുന്നത് അരുൺ പൂപ്പറമ്പ്. തീർച്ചയായും ഈ TP കേസ് പ്രതികൾക്ക് ഈ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിരുന്നു. വലിയ രീതിയിൽ, അതായത് കൂടുതൽ പരോളുകൾ, ഈ പരോളുമായി ബന്ധപ്പെട്ട് അത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് TP കേസ് പ്രതികൾക്ക് പരോൾ നൽകുന്നു എന്ന് ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അത് മറ്റു പ്രതികൾക്കും ആ രീതിയിൽ, പ്രത്യേകിച്ച് ഷാഫി, ഷിനോജ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾക്കും അതിന്റെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. കൊടിസുനിയുടെ കാര്യത്തിലും അടിയന്തര പരോളാണ് അനുവദിച്ചിട്ടുള്ളത്. ജൂലൈ 21-നാണ് ഈ പരോൾ അനുവദിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി എന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉൾപ്പെടെ റിപ്പോർട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീനങ്ങാടി CI ഈ റിപ്പോർട്ട് നൽകുകയും ചെയ്ത് അയാളുടെ സ്റ്റേഷൻ പരിധിയിൽ കൊടിസുനി ഉണ്ടായില്ല, നേരത്തെ അറിയിച്ചതുപോലെ ഉണ്ടായില്ല എന്ന് മീനങ്ങാടി CIയുടെ റിപ്പോർട്ട് കൂടിയുണ്ട്. അപ്പോൾ ഈ പരോൾ ലംഘിച്ചു എന്നതാണ്, പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നതാണ് ജയിൽ അധികൃതർ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ പരോൾ യഥേഷ്ടം അനുവദിക്കുകയും ഇതൊക്കെ ലംഘിച്ചുകൊണ്ട്, പരോളൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ TP കേസ് പ്രതികൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ മുമ്പ് പുറത്തു വരികയും ചെയ്തതാണ്, അത് വിവാദമാവുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ പെട്ടെന്നൊരു നടപടി എടുക്കുന്നു, ജയിലധികൃതർ എടുക്കുന്നു. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1 മാസം മുമ്പ് ഇയാൾക്ക് തലശ്ശേരി കോടതിയിൽ ഈ മദ്യപിച്ചതുമായി തലശ്ശേരി കോടതി ഇന്നലെ രാത്രിയോടെയാണ് ആ വാർത്ത പുറത്തു വന്നത്. ഈ മദ്യം എത്തിച്ചു നൽകി എന്നുള്ള രീതിയിൽ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു നീക്കം വരുന്നത്. അത് പരോൾ വ്യവസ്ഥ ലംഘിച്ചതിനാണ് ഈ പരോൾ റദ്ദു ചെയ്തത്. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേർന്നത്.